ഈ വണ്ടി വന്നിട്ട് നമ്മൾ 4,10,000 രൂപ കിട്ടുന്നതാണ്. VXi AMT അല്ലേ? VXi AMT 15,000 ഓഫർ, 3,95,000 രൂപയ്ക്ക് ഏറെക്കുറെ 3.25 ലക്ഷം ലോണും കയറും. 20,000 ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് ഈ വണ്ടി എടുത്തോണ്ട് പോകാം. 16 വണ്ടി അല്ലേ? 16 വണ്ടി നെഗോഷ്യബിൾ ആവാനുണ്ടോ? പിന്നെ ഈ വണ്ടി വന്നിട്ട് നമ്മൾ 4,95,000 രൂപ ഇട്ടിരുന്നതാ. കഴിഞ്ഞ വീഡിയോക്കകത്ത് ഉണ്ടായിരുന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. 35,000 ഓഫർ 4,60,000 2019 ZXi വണ്ടിയാണ്. അപ്പൊ ഇത് 60,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. നമ്മളെ എല്ലാ ദിവസവും ചിറങ്ങും കഴുകി കുളിപ്പിച്ച് വെച്ചേക്കുന്ന വണ്ടി. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇങ്ങനെ കിടക്കാം. വണ്ടി പക്ക 4 രൂപ ഇട്ടുന്ന വണ്ടി നമുക്ക് ഇപ്രാവശ്യം ഒരു 25 രൂപ ഓഫർ വെച്ചിട്ട് 4,15 ലക്ഷം രൂപയ്ക്ക് ഏറെക്കുറെ 4 ലക്ഷം രൂപ ലോണും കിട്ടും. അതായത് വെറും 25 രൂപ കൊണ്ട് വരിക. 25 രൂപ കൊണ്ട് വരിക. ഒരു ഡീസൽ അമേസ് എടുത്തുകൊണ്ട് പോവുക. 17 വണ്ടി പെയിന്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല. നല്ല ഹൈ ക്വാളിറ്റി ആയിട്ട് എടുക്കുക. വെറും 1 ലക്ഷം രൂപയ്ക്ക് 10 മോഡൽ അല്ലേ? 10 മോഡൽ. ട്രസ്റ്റ് വാല്യൂ നമ്മൾ എപ്പോൾ വന്നാലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാത്രമേ ഇവിടെ ഉണ്ടാവാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 2 വർഷത്തിന് മുകളിലായിട്ട് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഏറ്റവും ക്വാളിറ്റി ഉള്ള വണ്ടികൾ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് ഏതൊരാൾക്കും എടുക്കാൻ പാകത്തിനുള്ള വണ്ടികളാണ് നിലവിലിവിടെ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ നമ്മൾ കുറച്ച് SUV കാറ്റഗറീസ് വണ്ടികൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ അതാണ് കാണിച്ചല്ലേ? ഏറ്റവും കൂടുതൽ അതാണ്. എനിക്കൊന്ന് 10-17-18 വണ്ടികളും ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് കുറച്ച് സെഡാൻ വണ്ടികൾ, കുറച്ച് ചെറു വണ്ടികളും, അതായത് കുറച്ച് ബഡ്ജറ്റ് കുറഞ്ഞ സാധാരണക്കാർക്ക് പറ്റുന്ന വണ്ടികൾ അതെല്ലാം കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും റഷോലി സ്ഥിതി ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് ശരിക്കും 2ാം കുറ്റിയാണ്. കൊല്ലം സിറ്റിയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റോപ്പിൽ നിന്നൊക്കെ നമുക്കൊരു 2.5 കിലോമീറ്ററിനകത്ത്, അതായത് ഒരു 100 രൂപ പോയിന്റ്, ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്ന 100 രൂപ പോയിന്റ് അത്രേ ഉള്ളൂ. നമ്മളെ ഈ കുണ്ട്രയിലോട്ട് പോകുന്ന വഴിക്കാണ്. കൊല്ലം കുണ്ട്ര റൂട്ടിനിടയ്ക്കാണ്. കല്ലിന്ത 2ാം കുറ്റി എന്ന സ്ഥലത്താണ് ഈ ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ മാക്സിമം കാണുക, ഷെയർ ചെയ്യുക. ഒരുപാട് വണ്ടികൾ ഈ വർഷം ലാസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ വില കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാൻ പറ്റിയ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വീഡിയോ തന്നെ ആയിരിക്കും ഇത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വിലക്കുറവിൽ നിങ്ങൾക്ക് വേറെ എവിടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല. പ്രാവശ്യം നമ്മൾ അടിപൊളി ഓഫറാണ്. ഇയർ എൻഡിങ് ഓഫർ ആയതുകൊണ്ട് നമ്മൾ വണ്ടിയൊക്കെ വിറ്റഴിക്കാൻ പോവാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ വീഡിയോ കാണുക. നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ നല്ല വില കുറച്ചിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ കൊടുക്കാനിട്ടേക്കുന്നത്. നിങ്ങളാണ് നടൻ. അതെ, മനസ്സിലായി. അജുവിന് തീരെ വയ്യ. അപ്പൊ അജു മൊത്തത്തിൽ ഡൗൺ ആണ്. 2 പാക്കറ്റ് ഗ്ലൂക്കോസ് തട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് അജുവിന്റെ പറഞ്ഞു നല്ല രീതിയിൽ അജുവിന് പനി അടിച്ചിട്ടുണ്ട്. അപ്പം എന്നാലും നമ്മൾ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന മാക്സിമം വണ്ടികളൊക്കെ നമ്മൾ കാണിച്ചു തരും. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. നിങ്ങൾ വണ്ടി എടുക്കുന്നില്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഈ വിസിറ്റ് എങ്കിലും ചെയ്യുക. അറ്റ്ലീസ്റ്റ് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം അല്ലേ? നിങ്ങൾ ചെയ്തോളൂ. അപ്പൊ എന്തായാലും ആർക്കെങ്കിലും ഏതെങ്കിലും നല്ല വണ്ടികളുടെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് വീഡിയോ മുഴുവൻ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വണ്ടി ഉണ്ടാവും. പോയാലോ, വീഡിയോക്ക് പോയാലോ? അതൊന്നും പറയണ്ട. തീർച്ചയായും. അപ്പോൾ എന്തായാലും 2-3 വീഡിയോ ഇവിടുന്ന് വരും, നമുക്ക് കാണാം കേട്ടോ. സോറി ബ്രോ. അപ്പോൾ നമ്മുടെ 3ാമത്തെ എപ്പിസോഡിൽ നമുക്ക് വളരെ വില കുറച്ച് കാണിക്കാൻ പറ്റുന്ന ഒരു കോമ്പാക്ട് SUV എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ഒരു മൈക്രോ SUV അല്ലേ? കിടുകാച്ചി വണ്ടി, ഡീസൽ വണ്ടി. 2016 അല്ല, ശരിക്കും ഇത് 6 സീറ്റ് വണ്ടിയാണ് കേട്ടോ. നമ്മളിവിടെ ഫ്രണ്ടിൽ സുഖമായിട്ട് നമുക്ക് 3 പേർക്ക് ഇരിക്കാം. 2016 മോഡൽ KUV K8 ആണ്. ഏറ്റവും ടോപ്പ് വേരിയന്റ് വണ്ടിയാണ്. അന്നത്തെ ഫുൾ ഓപ്ഷൻ. നല്ല ടയർ പുത്തൻ ടയറാണല്ലോ. പുത്തൻ 4 ടയർ ഉണ്ട്. 4 പുതിയ ടയർ ഉണ്ട്. KUV K8 ഡീസലാണ്. 60,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ ഇന്ത്യയിൽ ഒന്നും കാണിക്കാത്തതുകൊണ്ട് എല്ലാം ഒന്ന് അയച്ചു കൊടുക്കണേ ബ്രോ. തീർച്ചയായിട്ടും. ശരി. ഇനി 3,85,000 രൂപ വില, ഒരു 20,000 ഓഫർ, 3,65. 60 പോല 3,85 20,000 കുറച്ച് എത്ര? ഞാൻ ചോദിക്കാം, 60 പോവോ ചോദിച്ചു. അപ്പൊ 3,65 നമുക്ക് ഒരു ഡീസൽ വണ്ടി, അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി നമുക്ക് ലോ കിലോമീറ്റർ ലോൺ നിങ്ങൾക്ക് 3.5 ലക്ഷം വരെ കിട്ടും. അതെ. അപ്പൊ എത്ര രൂപ ഇടണം പറ? അപ്പോ നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾ പൈസ ഒന്നും മേടിക്കാണ്ട് ഫുൾ ലോൺ ചെയ്തു കൊടുക്കും. ശരി. ഞാൻ ഫ്രണ്ടിൽ ബോർഡ് വെക്കാം, ധർമ്മ സ്ഥാപനം. അത് എന്തെങ്കിലും കൊടുക്കാൻ പറ്റില്ല. വലിയ ലാഭമൊന്നുമില്ല സാറേ, ചെറിയ കുഞ്ഞു ലാഭം എടുത്താണെങ്കിൽ പറ്റുമ്പോൾ ചെയ്ത് കൊടുക്കാം. ഈ പറയുന്ന ഏറെക്കുറെ നമ്മൾ ഈ പറയുന്ന എല്ലാ വണ്ടിയുടെയും വില എന്ന് പറയുന്നത് ഏറെക്കുറെ ഫിക്സഡ് ആണ്. ഇപ്പൊ നിങ്ങളുടെ എടുത്തതിന്റെ സാഹചര്യം ഒന്നും എനിക്കറിയില്ല. നമ്മൾ വളരെ വില കുറച്ചാണ് വിൽക്കുന്നത് എന്നുള്ളൊരു സത്യം അജുവിന് അറിയാലോ. ഞാൻ രാവിലെ റെക്കോർഡിംഗ് കൂടെ കേൾപ്പിച്ചു തന്നു, ഓർമ്മയില്ല? ഇത് 2018 മോഡൽ KUV K2. ഏത് ദാരിദ്ര്യം പിടിച്ച ഡോക്ടറെ ഈ K2 ഒക്കെ എടുത്ത്? എനിക്കറിയില്ല എന്താ സംഭവം, വല്ലാത്ത കഷ്ടം. അപ്പൊ ഇതിന്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് വെറും 32,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ്. 32,000. നല്ല വണ്ടിയാണ്, സീരിയസ് ആയിട്ട്. ഇത് ഡീസൽ പെട്രോൾ അല്ലേ? കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതിന്റെ വില നമ്മൾ ഇട്ടേന്ന 3,20 ആയിരുന്നു. നമ്മൾ ഇയർ എൻഡിങ് ഓഫർ ആയിട്ട് 35,000 രൂപ കുറച്ച് 2,85,000 രൂപ കയറാം. 2,85 അല്ലേ? 2,80. നെഗോഷ്യബിൾ ഇനി ആവണോ? ഒരു കാര്യം ചെയ്യും, 1,000 രൂപ ഞാൻ കുറച്ച്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നഷ്ടപ്പെടണമെങ്കിൽ ഞാൻ നഷ്ടപ്പെട്ടോട്ടെ. 2,85,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഫുൾ ലോൺ കിട്ടും കേട്ടോ ഈ വണ്ടി. ഇതാണെങ്കിലോ
ഇത് 2010 റിച്ച്. ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് കാണിച്ചതാ. അന്ന് ഞാൻ 1.5 ലക്ഷം രൂപയാണ് ഈ വണ്ടി ചോദിച്ചത്. ഇത് എല്ലാം ഞാൻ മാറ്റി. ടെസ്റ്റ് ചെയ്യണം. ആരാന്ന് വെച്ചാൽ എടുത്തോട്ട് പോയിക്കോ. എനിക്കൊരു 1 ലക്ഷം രൂപ തന്നാൽ മതി. വണ്ടി ഈ സ്പേസ് എനിക്ക് ഒഴിച്ചാൽ മതി. അല്ലൊരു കാര്യം, ഈ വണ്ടിന്റെ അവസ്ഥ എന്താ? വണ്ടി പ്രത്യേകിച്ച് ഒന്നുമില്ല. ടെസ്റ്റ് മുടങ്ങി കിടപ്പുണ്ട്. ആ ടെസ്റ്റ് ചെയ്യുക. വണ്ടി ഓടിക്കാനൊക്കെ പക്കയാണ്. എഞ്ചിനെല്ലാം പക്കയാണ്. ടെസ്റ്റിന് നിങ്ങൾ ടാക്സ് മാത്രം അടച്ചാൽ മതി. വണ്ടി പെയിന്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല. നല്ല ഹൈ ക്വാളിറ്റി ആയിട്ട് എടുക്കുക. വെറും 1 ലക്ഷം രൂപയ്ക്ക്. 10 മോഡൽ അല്ലേ? 10 മോഡൽ. മോശമൊന്നുമില്ല, വൃത്തിയുള്ള വണ്ടി അല്ലേ? നല്ല വൃത്തിയാണ്. വണ്ടി പക്കയാണ്. നല്ല സീറ്റോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. VD ആണ്, ഡീസലാണ്. ഒരു 10-20 മൈലേജും കിട്ടും. ഇതിനകത്ത് ബാർഗെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ആസ് എ കണ്ടീഷൻ നിങ്ങൾക്ക് 1 ലക്ഷം രൂപയ്ക്ക് വണ്ടി എടുത്തോണ്ട് പോകും. നല്ല ക്വാളിറ്റിയുള്ള 2 വണ്ടി കൂടി കാണിച്ചു കൊടുക്കാം അല്ലേ? അതെ. 2015 ഇയോണ് സ്പോർട്സ് ആണ്. 1 ലിറ്റർ ആണ് വണ്ടി. റയർ ആണ് പീസ്. അപ്പൊ ഇതുപോലെ ഞാൻ റെഡ് വണ്ടി നേരത്തെ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 62,000 കിലോമീറ്ററുടെ വണ്ടിയാണ് ഈ വണ്ടി. 62,000 കിലോമീറ്റർ 2,35,000 കിട്ടുന്ന വണ്ടി. 20,000 രൂപ ഓഫർ. 2,15,000 രൂപയ്ക്ക് 2 രൂപ ലോണും കിട്ടും. 15,000 രൂപ കൊണ്ടുവന്ന 2015 1000 cc വണ്ടി നിങ്ങൾക്ക് ഇവിടെ എടുത്തോണ്ട് പോകും. അടിപൊളി, നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. ഇതാണെങ്കിലോ ഇത് ഹൈലൈറ്റ് ആണ്. ഈ വണ്ടി 2025 വണ്ടിയാണ്. ഈ വണ്ടി 2025 ആണ് വണ്ടി. ഇത് 2,400 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 25-ൽ 2,400 എന്തിനാണോ എടുത്തത്? ഏറെക്കുറെ 6 രൂപ നമുക്ക് ഓൺ റോഡ് വില വരുന്ന വണ്ടിയാണ് ഈ വണ്ടി. RXT 1 ലിറ്റർ ആണ് വണ്ടി. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. നമുക്ക് മാനുവൽ 4,95,000 രൂപ കൊടുക്കാം. 4,95 വണ്ടി കൊടുക്കാം. പുത്തൻ വണ്ടി. കസ്റ്റമറിന് ഭയങ്കര ലാഭമായിരിക്കും. അതെ, അതായത് ഇതൊക്കെ വേണമെങ്കിൽ ഇവിടെ തന്നെ വരണം. വെറും 2,500 കിലോമീറ്റർ. ഇതിന്റെ സർവീസ് ബുക്ക്, സ്പെയർക്ക് എല്ലാ സാധനവും ഉണ്ട് നമ്മളെ കയ്യിൽ. പിന്നെ 2025 പുതിയ വണ്ടി. അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്താൽ സോൽപ്രോ നമ്പർ വെച്ചിട്ട് വിളിക്കും കേട്ടോ. തീർച്ചയായും. സോൽപ്രോ അടുത്തായിട്ട് നമുക്കൊരു 4 ഓട്ടോമാറ്റിക് വണ്ടി കാണിച്ചു കൊടുക്കാം അല്ലേ? 4 കിടുകാച്ചി ഓട്ടോമാറ്റിക് സെലറിയോ. വീഡിയോ ഒക്കെ സേവ് ചെയ്ത് വെച്ചോ. 2016 മോഡൽ സെലറിയോ VXI ഓട്ടോമാറ്റിക് വണ്ടി. നമ്മൾ സിംഗിൾ ഓണറാണ്. വേറെ തട്ടമുട്ടോ റീപ്ലേസ് ഒന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസ് ആണ്. വണ്ടി ഒന്നും ചെയ്യാനില്ല. പെട്രോൾ അടിക്കുക ഓടുക എന്നുള്ളതാണ് ഈ 4 സെലറിയുടെ ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ മറന്നു പോലല്ലോ. ഒരിക്കലും എല്ലാ ഫോട്ടോസും നമ്മൾ അയച്ചു കൊടുക്കാം. ഈ വണ്ടി വന്നിട്ട് നമ്മൾ 4,10,000 രൂപ കിട്ടുന്നതാണ്. VXI AMT 15,000 ഓഫർ. 3,95,000 രൂപയ്ക്ക് ഏറെക്കുറെ 3.25 ലക്ഷം ലോണും കയറും. 20,000 ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് ഈ വണ്ടി എടുത്തോണ്ട് പോകാം. 16 വണ്ടി അല്ലേ? 16 വണ്ടി. നെഗോഷ്യബിൾ ആവാണ്ടോ? ചെറിയ രീതി നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം ചെയ്യാം. പിന്നെ നേരെ വരുവാണെങ്കിൽ 2020 ZXA ഓട്ടോമാറ്റിക് ആണ്. ZXA ഓട്ടോമാറ്റിക് വണ്ടി. 60,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടി. പക്ക വണ്ടിയാണ്. ഈ വണ്ടി 5,40,000. നിങ്ങൾ നേരത്തെ വീഡിയോ ശ്രദ്ധിച്ചറിയാം. 5,40,000 ഇട്ടുന്നതാണ്. ഈ വണ്ടി നമ്മൾ 60,000 ഓഫർ 4,80,000 വേണ്ട 4.25 ലക്ഷം രൂപയ്ക്ക് വണ്ടി തരാം. ഫൈനൽ വണ്ടി. നല്ല അടിപൊളി ലെതർ സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ചെയ്ത 20 ZXA ഏറ്റവും ടോപ്പ് വേരിയന്റ് വണ്ടിയാണ്. എല്ലാ ആഴ്ചയിലും വണ്ടി ഒറ്റ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഇത് എത്ര 4.25 രൂപ അല്ലേ? 2020 വണ്ടിയാണ്. ഇതാണെങ്കിലോ 2017 മോഡൽ സെലറി ഓട്ടോമാറ്റിക് ആണ്. ഇത് 52,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അതും ZXA ആണ് ഈ വണ്ടിയും. നല്ല ഹൈ ക്വാളിറ്റി കേട്ടോ. വണ്ടിക്ക് അത് നല്ല അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. ഒന്നും ചെയ്യാനില്ല. വണ്ടി നല്ല നീറ്റ് ക്വാളിറ്റിയാണ്. 4 രൂപ ഇട്ടിരുന്ന വണ്ടി നമുക്ക് ഇയർ എൻഡിങ് ഓഫർ 35,000 ഉണ്ട്. 4,15,000 രൂപ നിങ്ങൾക്ക് 4 ലക്ഷം രൂപ ലോണും തരാം. അതായത് വേറെ അപാകതകളൊന്നും ഇല്ലാത്ത റീപ്ലേസ്മെന്റ് ഒന്നുമില്ലാത്ത പക്ക വണ്ടി. 4 രൂപ ലോണും കയറും. 15,000 രൂപ ഓടുകയാണെങ്കിൽ ഈ വണ്ടി എടുത്തിട്ടും. 60,000 കിലോമീറ്റർ. 52,000 ജെന്യൂൻ. ഈ കാണുന്ന വണ്ടികളൊക്കെ തുച്ഛമായ നിങ്ങൾ ഡൗൺ പേയ്മെന്റ് ഇട്ടാൽ മതി. നിങ്ങൾക്ക് ഈ വണ്ടികളെല്ലാം ഇറക്കി കൊണ്ടുപോകാം. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. കയ്യിൽ ചെറിയൊരു പൈസ വെച്ചിട്ട് വന്നാൽ ഇതെല്ലാം നമുക്ക് എടുത്തോണ്ട് പോകാം അല്ലേ? ഇനി മറ്റൊരു ടെസ്റ്റ്. ന്യൂ ഷേപ്പിൽ ഒരു ZXA സെലറി കിടപ്പുണ്ട്. ന്യൂ ഷേപ്പ് വണ്ടി 2022 മോഡല് സെലറി ZXA AGS ആണ് ഈ വണ്ടി. മറ്റേതല്ല AMT ആണ്. ഇത് AGS ആണ്. അപ്പൊ ഇത് വെറും 40,000 കിലോമീറ്റർ മാത്രം ഓടിയ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. വണ്ടിക്ക് അത് വേറെ അപാകത്തുള്ള കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നല്ല പക്ക ക്വാളിറ്റി വണ്ടി. ഇത് നമ്മൾ 6.20 ഇട്ടിരുന്നുണ്ട്. ഈ വണ്ടിക്ക് നമ്മൾ 50,000 ഓഫർ നമ്മൾ 5,70,000 രൂപ തരാം. ഏറെക്കുറെ 5.25 ലക്ഷം രൂപ ലോണും പാസ്സാക്കിയിട്ടുണ്ട്. അത് പിന്നെ അത്യാവശ്യം ആ ഒരു മോഡലിനെ അപേക്ഷിച്ച് നല്ല വിലയല്ലേ? 8,10,000 രൂപ പുതിയ വണ്ടിയുടെ വിലയുണ്ട്. നമ്മൾ കൊടുക്കുന്ന വില എന്ന് പറയുന്നത് 5,70,000 രൂപ. അതെ, അതും ആലോചിക്കണം. 2022 ZXA AGS അല്ലേ? AGS. അതെ, നല്ല പ്രൈസ് ആണ്. അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് വന്നിട്ട് ടാറ്റയുടെ നല്ല റേറ്റിംഗ് ഉള്ള, അതായത് മറ്റേ ഇടിച്ചാലൊന്നും പറ്റാത്ത രീതിയിലുള്ള 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടി. 2023 ടാറ്റ ടിയാഗോയാണ്. ന്യൂ ഷേപ്പ് ആണ്. 37,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. വേറെ തട്ടമുട്ടോ റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും തന്നെ ഇല്ല. വണ്ടി 4.5 ലക്ഷം രൂപ നമ്മൾ ഇട്ടിരുന്ന വണ്ടി. ഇയർ എൻഡിങ് ഓഫർ 30,000 രൂപ.
4,20,000 രൂപ കൊടുക്കാം. 4 ലക്ഷം രൂപ ലോണും തരാം. 20,000 രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് വന്ന വണ്ടി എടുത്തോണ്ട് വയ്ക്കും. വെറും 20 രൂപ അല്ലേ? അതെ. അതായത് ഓഫർ പ്രൈസ് 4,20,000 രൂപ. അതെ. 4 ലക്ഷം രൂപ നിങ്ങൾക്ക് ലോണോട് കൂടി എടുത്തോണ്ട് പോകാം. അതുപോലെ തന്നെ ഈ വാഗണർ ആണെങ്കിലോ, വാഗണർ 2019 മോഡൽ വാഗണർ ZXi ആണ്. വണ്ടി 60,000 കിലോമീറ്റർ മാത്രം ഓടിയ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. ഈ പറഞ്ഞ തട്ടോ മുട്ടോ റീപ്ലേസോ ഒന്നും തന്നെ ഇല്ല, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. പിന്നെ ഈ വണ്ടി വന്നിട്ട് നമ്മൾ 4,95,000 രൂപ ഇട്ടിരുന്നതാണ്. കഴിഞ്ഞ വീഡിയോക്കകത്ത് ഉണ്ടായിരുന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. 35,000 രൂപ ഓഫർ 4,60,000 2019 ZXi വണ്ടിയാണ്. 4,60,000. ഇത് പിന്നെ മാനുവൽ അല്ലേ? മാനുവൽ. കിലോമീറ്റർ എത്ര പറഞ്ഞേ? 60,000 കിലോമീറ്റർ അത്ര ഓടിയുള്ളൂ അല്ലേ? ഒരു റീപ്ലേസ് ഇല്ല. 4,15 ലക്ഷം രൂപ ലോണും കിട്ടും. 35,000 രൂപ ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് ഈ വണ്ടി ഇറക്കിക്കൊണ്ട് പോകും. അതായത് ഞാൻ ഈ റീപ്ലേസ്മെന്റ് എടുത്ത് ചോദിക്കാത്ത എന്തെങ്കിലും പറയുന്നു തീർച്ചയായിട്ടും. അജു താണ്ട ഇതൊക്കെ കണ്ടോ, ഈ ഗ്ലാസ് ഒക്കെ പറഞ്ഞത് കമ്പനി ഗ്ലാസ്. അജുനറിയാം, അജു കുറെ നാട്ടിൽ ഫീൽഡിക്കില്ലേ, ഇതിന്റെ ബോണറ്റോ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു സാധനങ്ങളും മാറിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ അജുവിനോട് പറയും. പിന്നെ ഇത് പഴയ ഒരു മോഡല്, പിന്നെ ആൾട്ടോ LXi ആണ്. 70,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി കേട്ടോ ഈ വണ്ടി. പിന്നെ ബ്ലാക്ക് വണ്ടിയാണ്. ടെസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കിടക്കുന്ന വണ്ടിയാണ്. 2027 വരെ പേപ്പറെല്ലാം ഉണ്ട്. ഇത് 95 ചോദിക്കുന്ന വണ്ടി നമുക്കൊരു 85,000 രൂപയ്ക്ക് എടുക്കാം. 85,000 രൂപയ്ക്ക് 2011 മോഡൽ ആൾട്ടോ LXi. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? നല്ല വൃത്തിയില്ലേ? പിന്നെ അതേ പറഞ്ഞാൽ ആ വണ്ടിന്റെ മോഡലിനെ അപേക്ഷിച്ച് നല്ല വൃത്തിയുണ്ട്. 2011 ആകുമ്പോൾ 2026 കേട്ടോ സാറേ ടെസ്റ്റ് വരുന്നത്. 85 രൂപ. വെറും 85,000 രൂപ. മോശമൊന്നുമില്ല കേട്ടോ. 11,85,000 രൂപ ബെസ്റ്റ് പ്രൈസ്. പക്ഷേ എന്നാൽ ദൈവം കണ്ട മോഡൽ ഏതാ? അവനെ അപേക്ഷിച്ച് ഇവൻ ഇച്ചിരി പുലി. ഇവൻ 2006 വണ്ടിയാണ്. 6 ഇത് മാരുതി 800 AC വണ്ടിയാണ്. നമ്മളെ ഇവിടെയുള്ള സ്റ്റാഫ് ആദിലില്ലേ, പുള്ളിക്കാരെ യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പൊ എന്റെ തോന്നി ഇതൊന്ന് കൊടുത്തു തരണം. അവൻ പറഞ്ഞത് എനിക്ക് ഒരു 60 രൂപ കിട്ടുവാണെങ്കിൽ 800 AC വണ്ടിയാണ്. പക്ഷെ നല്ല ക്ലീൻ ആയിട്ട് അവൻ യൂസ് ചെയ്തത്. വണ്ടി പക്കയാണോ? വണ്ടി 100ക്ക് 100 വണ്ടി. ആർക്കും വേണ്ടി എടുത്ത് ഈ ഓട്ടിച്ചൊക്കെ പഠിക്കാൻ പറ്റിയവർക്കെല്ലാം എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. അപ്പൊ ഇത് 60,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. നമ്മളെ എല്ലാ ദിവസവും ചിറങ്ങും കഴുകി കുളിപ്പിച്ച് വെച്ചേക്കുന്ന വണ്ടി. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇങ്ങനെ കിടക്കാം. വണ്ടി പക്ക യൂസ് ആണ്, നല്ല പക്കയാണ്. ഇതാണെങ്കിലോ ഇത് വന്നിട്ട് ആൾട്ടോ 800 2018 വണ്ടിയാണ്. 2018 ആൾട്ടോ 800 LXi ആണ്. ഇത് വന്നിട്ട് പിന്നെ 44,000 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നല്ല ഹൈ ക്വാളിറ്റി നിൽക്കുന്ന വാഹനമാണ്. ഇത് നമ്മളെ ട്രിവാൻഡ്രത്തെ ഷോറൂമിൽ ശരിക്കും നേരത്തെ കിടന്ന വണ്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ട് എടുപ്പിച്ചതാണ് ഈ വണ്ടി. അപ്പോൾ ഈ വണ്ടി വന്നിട്ട് നമ്മൾ 2 ലക്ഷം രൂപ വെച്ചുകൊണ്ട് 20,000 ഓഫർ 2,30,000 രൂപ കൊടുക്കാം. ഏറെക്കുറെ 2 ലക്ഷം രൂപ ലോണും കിട്ടും. നിങ്ങൾ 30,000 രൂപ ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാം. വെറും 30,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കി കൊണ്ടുപോകാം അല്ലേ? 2018 വണ്ടി 2018 ആൾട്ടോ 800 LXi. അടിപൊളി. എന്തായാലും മാക്സിമം വിലയൊക്കെ കുറയാനുള്ള കുറച്ച് തീർച്ചയായിട്ടും. ഇനി അടുത്ത് നേരെ വരുവാണെങ്കിൽ നമ്മളൊരു അമേസ്, ഇതൊരു ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം നല്ല മൈലേജ് എന്ന് വെച്ചാൽ എനിക്കൊന്നൊരു 10-25 മൈലേജ് എങ്ങും തൊടാതെ 20+ 100% കൺഫേം ആണ്. നല്ല ഹൈ ക്വാളിറ്റി നിൽക്കുന്ന വാഹനമാണ്. അപ്പൊ ഈ ടാക്സി പർപ്പസിനൊക്കെ ഒരുപാട് ആൾക്കാർ ഈ വണ്ടിയൊക്കെ എടുത്ത് യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. സെക്കൻഡ് ഫേസ് ആണ്. അത് മാത്രമല്ല മെയിൻ്റനൻസ് വളരെ കുറവാണ് ഈ വണ്ടി. 17 വണ്ടി അമേസ് ഡീസൽ 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 4 രൂപ കിട്ടുന്ന വണ്ടി നമുക്ക് ഇപ്രാവശ്യം ഒരു 25 രൂപ ഓഫർ വെച്ചിട്ട് 4,15 ലക്ഷം രൂപയ്ക്ക് ഏറെക്കുറെ 4 ലക്ഷം രൂപ ലോണും കിട്ടും. അതായത് വെറും 25 രൂപ കൊണ്ട് വരിക. 25 രൂപ കൊണ്ട് വരിക. ഒരു ഡീസൽ അമേസ് എടുത്തുകൊണ്ട് പോവുക. 17 വണ്ടി. അതും ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ? നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി, ഹൈ ക്വാളിറ്റി വണ്ടി. ചെക്ക് ചെയ്തോളൂ, നോക്കിയിട്ട് മാത്രം എടുക്കുക. ഏത് വണ്ടിയാണെങ്കിലും അപ്പോൾ നമ്മളെ ട്രസ്റ്റ് വാല്യൂ നിന്നുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അത്യാവശ്യം നല്ല കുറേ അധികം വണ്ടികൾ നിലവിൽ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ മുമ്പിലൊക്കെ വേറെ വീഡിയോസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള മൊത്തം സ്റ്റോക്ക് കാണാൻ പറ്റും. മാക്സിമം വില കുറച്ചിട്ട് ഡിസ്കൗണ്ട് പ്രൈസിൽ. തീർച്ചയായിട്ടും. അതെ. ഇപ്രാവശ്യത്തെ വീഡിയോ ആരും മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് അഥവാ ഒരു പക്ഷേ വണ്ടി വേണ്ടെങ്കിലും നിങ്ങൾ ബാക്കിയുള്ള ആവശ്യമുള്ളവരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം നമ്മൾ വില കുറച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ലോണിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾ ഈ താഴെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ലോണിന്റെ ഡീറ്റെയിൽ, എത്ര രൂപ പലിശ വരും, എത്ര വർഷത്തേക്ക് കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. പിന്നെ ഈ കേരളത്തിലെ 14 ജില്ലയിൽ ഏത് ജില്ലയിലാണ് നമ്മൾ ലോൺ ചെയ്യും. അതുപോലെ നിങ്ങൾ ലോൺ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ പുറത്തൊന്നും ഇറങ്ങണ്ട. നമ്മുടെ എക്സിക്യൂട്ടീവ് നിങ്ങളുടെ വീട്ടിലോട്ട് വരും. നമ്മളെല്ലാം ഓൾറെഡി ഇത് പറയുന്ന കാര്യങ്ങൾ, എന്നാലും ഈ കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഇവിടെ വന്ന് വണ്ടി എടുക്കാൻ പാടാണ്. നിങ്ങൾ കോഴിക്കോടോ മലപ്പുറമോ കണ്ണൂരോ കാസർഗോഡോ എവിടെ ആയിരുന്നോട്ടെ നമ്മളിവിടെ നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് തരുന്നതാണ്. പിന്നെ അതിൻ്റെ ഡെലിവറിൻ്റെ ചെറിയ ചാർജസ് വരും. അത് മാത്രം നിങ്ങൾക്ക് എക്സ്ട്രാ ആവുന്നുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾ വീട്ടിലിരുന്ന് ഒരു ഫുഡ് ഓർഡർ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഒരു വണ്ടി ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലെത്തിക്കാം. പിന്നെ ഇവരുടെ ആകുമ്പോൾ ഒരു കാര്യം പറയാൻ പറ്റും, ക്വാളിറ്റിയുള്ള വണ്ടികൾ നിങ്ങൾക്ക് തരുള്ളൂ. അതെ. ഉറപ്പാണ്. പക്ഷേ എങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തെടുക്കുക. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് വന്നപ്പോഴാണ് വീണ്ടും ഒരു എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.